സ്നേഹമുള്ളവരെ, വിശുദ്ധ ബൈബിളിൽ യേശുവും ശിഷ്യന്മാരും കൂടി കൈസറിയ ഫിലിപ്പി എന്ന പ്രദേശത്തൂടെ പോകുമ്പോൾ, ഈ കൈസറിയ ഫിലിപ്പ് എന്ന് പറയുന്നതും കൈസറിന്റെയും ഫിലിപ്പിന്റെയും പേരിൽ അറിയപ്പെടുന്ന പ്രദേശവും, അവിടെ ഒരു വിഗ്രഹമുണ്ട്. ആ വിഗ്രഹത്തിന്റെ അടുത്തെത്തിയപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ചിലർ പറയുന്നു നീ ഏലിയാണെന്നും, ചിലർ പറയുന്നു നീ പ്രവാചകനാണെന്നും, ചിലർ പറയുന്നു നീ യോഹന്നാനാണെന്നും പറയുന്നു. ഈ ഏലിയാണെന്ന് പറയാൻ കാര്യം അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ ചെയ്ത ഏലിയാണ്. പിന്നെ പ്രവാചകൻ എന്ന് പറയാൻ കാര്യം യേശു പ്രവാചക ശബ്ദത്തിലൂടെ, ഗാംഭീര്യമായ പ്രവാചക ശബ്ദത്തിലൂടെയൊക്കെയാണ് സംസാരിച്ചത്. പിന്നെ യോഹന്നാനെന്ന് പറയാൻ കാര്യം ഈ ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കൊണ്ട് എല്ലാവരും പറയുന്നത് യോഹന്നാണ്, അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറയുന്നത്. അപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? കുറേ നാളായില്ലേ നിങ്ങൾ എൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ ഒരാൾ മുന്നിലോട്ട് കയറി വന്നിട്ട് പറയുക, ഒരു മത്സ്യത്തൊഴിലാളി, കടലറിയുന്ന വള്ളവും വലയുമുള്ള, കടലിലെ ചൂടും ചൂരും മത്സ്യങ്ങളെയും അറിയുന്ന ഒരു മത്സ്യത്തൊഴിലാളി മുന്നിലോട്ട് കയറി വന്നിട്ട് പറയുക, നീ ക്രിസ്തുവാണ്, വെറും ക്രിസ്തുവല്ല, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അങ്ങനെ പറഞ്ഞ ആ മത്സ്യത്തൊഴിലാളിയുടെ പേരാണ് പത്രോസ്. പത്രോസ് അത് വെറുതെ പറഞ്ഞതല്ല, ആരുടെ മുൻപിൽ ഷോ കാണിക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല. പത്രോസ് നോക്കിയപ്പോൾ അനങ്ങാത്ത, മിണ്ടാത്ത, സംസാരിക്കാത്ത, കരുണ കാണിക്കാത്ത, രക്ഷിക്കാത്ത ദൈവങ്ങളെയാണ് പത്രോസ് കണ്ടിരുന്നത്. ഇപ്പോൾ അനങ്ങുന്ന, മിണ്ടുന്ന, സംസാരിക്കുന്ന, കരുണ കാണിക്കുന്ന, രക്ഷിക്കുന്ന, സൗഖ്യമാക്കുന്ന, ചേർത്ത് നിർത്തുന്ന ഒരു ജീവനുള്ള ദൈവത്തെ പത്രോസ് എന്ന മത്സ്യത്തൊഴിലാളി കണ്ടിരിക്കുകയാണ്. അതാണ് പത്രോസ് ഏറ്റു പറഞ്ഞത്. സ്നേഹമുള്ളവരെ, പത്രോസ് തൻ്റെ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞതാണ്. ക്രിസ്തീയ ജീവിതം ദൈവവുമായിട്ടുള്ള അനുഭവമാകണം, അഭിനയം ആകരുത്. കർത്താവ് എത്ര നല്ലവണ്ണെന്ന് രുചിച്ചും അനുഭവിച്ചും അറിയുന്നു. അങ്ങനെ ദൈവത്തെ നിങ്ങൾ അനുഭവിച്ചറിയുമ്പോൾ നിങ്ങളുടെ കുറവുകളെല്ലാം ആ ദൈവം നിങ്ങൾക്ക് നിറവുകളാക്കി തരും. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ.